കടൽക്ഷോഭത്തിൽ ദുരിതത്തിലാണ് മലപ്പുറം പൊന്നാനി നിവാസികൾ. അവർക്കുള്ള പരിഹാരവും സമീപത്ത് തന്നെ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതാണ് പൊന്നാനി MES കോളേജിന്റെ പുറകിലുള്ള ഫിഷറീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ ഭൂമി. ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ ഭൂമി നൽകിയാൽ സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ചോളാം എന്നാണ് ആളുകൾ പറയുന്നത്. സുനാമിക്ക് ശേഷം നിർമ്മിച്ച ദുരിതാശ്വാസ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഉപകാരവുമില്ലാത്ത തരത്തിലുള്ള നിർമ്മാണമെന്നാണ് ആക്ഷേപം. പൊന്നാനി നിവാസികൾ 2004 മുതൽ ഈ കടൽക്ഷോഭം അത് അനുഭവിക്കുന്നുണ്ട്. 2004 സുനാമി വീശിയടിച്ചപ്പോൾ ഇവിടെ നിരവധി വീടുകൾ അന്ന് നാമാവശേഷമായി അവിടെ ആളുകൾക്ക് ജീവഹാനി ഉൾപ്പെടെയുള്ളവ സംഭവിച്ചിരുന്നു. അന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ചില വീടുകൾ സർക്കാർ ചെലവിൽ തന്നെ നിർമ്മിച്ചു നൽകിയിരുന്നു. തൊട്ടു സമീപത്ത് തന്നെ ഏതാണ്ട് ഒരു 100ഓളം വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താ എന്നിട്ട് അതിന് ശേഷം ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നത് എന്തുകൊണ്ടാണ്? താമസിക്കാൻ പറ്റാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വരെയുള്ള ജനങ്ങൾ ചേരി താമസിക്കുന്നവർ വരെ ഇതുപോലെയുള്ള വീടുകളിലല്ല താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ആട്ടുംകൂട് പോലുള്ള ഈ ഭവനത്തിലൊക്കെ വന്നിട്ട് സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുക. നിർമ്മാണം തുടങ്ങിയ പാടന്നെ ഇവിടെ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഇവരോട് ബന്ധപ്പെട്ടവരോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിവിടെ പുനരധിവസിച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ജനങ്ങൾ ഇവിടെ വന്ന് താമസിക്കില്ല ഒരിക്കലും. പക്ഷെ അതൊന്നും കേൾക്കാതെ അന്നത്തെ ആളുകൾ ഉണ്ടാക്കിയതാണിത്. ഇത് ഇന്നിപ്പോൾ പല മേഖലയിൽ നിന്ന് പൊന്നാനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വന്നിട്ട് രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വരെ ഇതൊരു ശല്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ 5.5 ഏക്കർ ഭൂമി ഈ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു 5 സെന്റോ അല്ലെങ്കിൽ 4 സെന്റോ നിങ്ങൾ പതിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരവിടെ വീടുണ്ടാക്കും. അവരവരുടെ മക്കളുടെ പൊന്നോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ വിറ്റ് പറിക്കിങ്ങാണ്ട് ആ ഉള്ളതായിട്ട് അവർ വന്ന് ഇവിടെ വീടുണ്ടാക്കും. അല്ലെങ്കിൽ മറ്റേ ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ കുറച്ച് കവുങ്ങും കുറച്ച് മുളകളും ഓലയും കൊടുന്നും കണ്ട ഒരു ഷെഡ് കൂട്ടിയിട്ടെങ്കിലും ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ആളുകൾക്ക് ഉപകാരമായില്ലെങ്കിലും ഇവിടെ അതിനുവേണ്ടി നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കട്ടില അത് മരത്തിന് ഉപകാരമായിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കട്ടിലയുടെ ഉള്ളിലാണ്, ജനൽപ്പാളിയുടെ ഉള്ളിലാണ് ഈ ഒരു മരം ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അതായത് ഈ ഒരു പദ്ധതിയും അതിന്റെ വർഷങ്ങളും കാലവും എല്ലാം ഈ ഒരു ഒറ്റ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭാഗം പൊളിഞ്ഞു കിടക്കുകയാണ്. നമുക്കിപ്പോൾ ശാശ്വത പരിഹാരം വേണ്ടത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള കടൽ ദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കും താമസിച്ചുകൊണ്ട് അവിടെ ശാശ്വതമായ കടൽ ഭിത്തി അതാണ് നമ്മൾ. കാരണം ഇനി പോകാനുള്ളത് 50 ലക്ഷം 60 ലക്ഷം വില വരുന്ന വീടുകളും പള്ളി മദ്രസ എന്നുള്ള സ്ഥാപനങ്ങളാണ് പോകാനുള്ളത്. ഇനി അത് പോകാതിരിക്കാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന നിലവിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് അവിടെ ശാശ്വതമായ ഒരു കടൽ ഭിത്തി അതാണ് ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊട്ട് സമീപത്ത് തന്നെ നമ്മൾ ആ കടൽക്ഷോഭത്തിന്റെയൊക്കെ വാർത്തകൾ അത് പങ്കുവച്ചതാണ്. അവരുടെ വീട് തകർന്ന വിവരങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ പറ്റുന്ന ഒരു ഭൂമി ഇവിടെ തന്നെ വലിയ ദൂരമില്ലാതെ ഒരു കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ അതിന് പരിഹാരം കാണാവുന്ന ഒരു ഭൂമിയും അതിന് പറ്റിയൊരു ഇടവുമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സർക്കാരിലും MLA-യിലും ഒക്കെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പൊന്നാനിയിൽ നിന്ന് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.